കൃത്യം ഒരു മാസം മുൻപ് ഇക്കഴിഞ്ഞ ജൂൺ 5-ാം തീയതി മലപ്പുറം ജില്ലയിലെ വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മധ്യവയസ്കൻ ഓടിക്കിതച്ചെത്തുന്നു. പേര് മുഹമ്മദ് അലി, വയസ്സ് 54. സ്റ്റേഷനിലെത്തി അയാൾ പറഞ്ഞത് കേട്ട പോലീസുകാരാകെ അമ്പരന്നു. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് സർ. മുഹമ്മദ് അലി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പോലീസുകാർ വീണ്ടും ആശ്ചര്യപ്പെട്ടു. ഇപ്പോഴൊന്നുമല്ല, 39 വർഷങ്ങൾക്ക് മുൻപ് കൊല നടത്തുമ്പോൾ മുഹമ്മദ് അലിയുടെ പ്രായം വെറും 14 വയസ്സായിരുന്നത്രേ. 39 വർഷമായി ഭൂമിയിൽ മറ്റാരും അറിയാതെ കൊണ്ടു നടന്നിരുന്ന ആ അതീവ രഹസ്യം പോലീസുകാരോട് വിളിച്ചു പറഞ്ഞ് അയാൾ നെഞ്ചിൽ നിന്നും ആ ഭാരമിറക്കി. കുറ്റബോധത്താൽ ഉറങ്ങാൻ കഴിയുന്നില്ല സാർ, സമാധാനം വേണം. മുഹമ്മദ് അലിയുടെ വാക്കുകൾ കേട്ട പോലീസുകാരും പ്രയാസത്തിലായി. എന്നാൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൊലപാതകമാണ്, അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. ആരെയാണ് കൊന്നതെന്ന പോലീസുകാരുടെ ചോദ്യത്തിന് മുഹമ്മദ് അലിയുടെ മറുപടി അതാരാണെന്നറിയില്ല എന്നായിരുന്നു. വീണ്ടും കുഴങ്ങി. 1986 നടന്ന ആ കൊലപാതകത്തിന്റെ വിവരങ്ങളിലേക്ക് പോലീസ് അന്വേഷിച്ചിരുന്നു. തെളിവായി ലഭിച്ചത് ഒരു പത്രവാർത്ത മാത്രമാണ്. കോഴിക്കോട് കൂടരഞ്ഞിയിലെ തോട്ടിൽ 20 വയസ്സുകാരന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്ന അന്നത്തെ പത്രത്തിൽ വന്ന വാർത്ത. സംഭവം സ്വാഭാവിക മരണമായി അന്നേ എഴുതി തള്ളിയതാണ്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. താൻ കൊലപ്പെടുത്തിയത് ആരെയാണെന്ന് മുഹമ്മദ് അലിക്കും അറിയില്ല. എങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രാഥമിക തെളിവെടുപ്പുകൾക്ക് ശേഷം മുഹമ്മദ് അലിയെ റിമാൻഡ് ചെയ്തു. 2 ദിവസം പിന്നിടുമ്പോൾ ഇതാ മുഹമ്മദ് അലിയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു. ആദ്യ കൊല നടത്തി 3 വർഷം പിന്നിടുമ്പോൾ മറ്റൊരാളെ കൂടി കൊന്നുവത്രേ. 36 വർഷങ്ങൾക്ക് മുൻപ്, അതായത് മുഹമ്മദ് അലിക്ക് 17 വയസ്സുള്ളപ്പോൾ. അന്ന് താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അപഹരിച്ച യുവാവിനെ 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് സുഹൃത്ത് കഞ്ചാവ് ബാബുവിനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് അയാൾ പറയുന്നു. പക്ഷേ ഈ സംഭവത്തിലും കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് മുഹമ്മദ് അലിക്ക് അറിയില്ല. ഇതോടെ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് കേരള പോലീസ്. മുഹമ്മദ് അലിയുടെ മൊഴിക്ക് പിന്നാലെ സഞ്ചരിച്ച പോലീസ് 2 സംഭവത്തിലും വെളിപ്പെടുത്തലുമായി സാമ്യമുള്ള മരണങ്ങൾ നടന്നതായി കണ്ടെത്തി. 1986 സംഭവം തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലും 1989 സംഭവം കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 86 കൂടരഞ്ഞിയിലെ ഒരു തോട്ടിലും 89 വെള്ളയിൽ കടപ്പുറത്തും ഓരോ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പിറ്റേ ദിവസങ്ങളിലെ മലയാള മനോരമയിൽ വാർത്തയും വന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വേണം കേരള പോലീസിന് ഇനി തുടങ്ങാൻ. കൊലപാതകയെ കിട്ടിയിട്ടും കൊല്ലപ്പെട്ട ആളുകളെ കണ്ടെത്താനാകാത്ത വിചിത്രമായ തുടർ കേസുകൾ. 1986 89 കേസ് ഫയലുകൾ പൊടി തട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തണം ആരെയാണ് മുഹമ്മദ് അലി കൊന്നത് എന്നത്. ഒപ്പം കടപ്പുറത്ത് കണ്ടെത്തിയ ആ അജ്ഞാത മൃതദേഹം ആരുടേതാണ്? കൂട്ടുപ്രതി കഞ്ചാവ് ബാബു ആരാണ്? അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? വർഷങ്ങളായി ഉള്ളിലെരിയുന്ന കുറ്റബോധം കാരണം ഉറക്കം നഷ്ടപ്പെട്ടവനാണ് മുഹമ്മദ് അലി. മൂത്ത മകന്റെ മരണവും 2ാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തകർന്നു. കുറ്റബോധം കൊണ്ട് മനസ്സ് മരവിച്ചാണ് പോലീസിനോട് എല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത്. ഒപ്പം 14-ാം വയസ്സിലും 17-ാം വയസ്സിലും താൻ നടത്തിയ കൊലപാതകം എങ്ങനെയെന്ന് വിശദീകരിക്കുകയും ചെയ്യണം. പോലീസിനൊപ്പം കൂടരഞ്ഞിയിലെത്തി ആദ്യത്തെ കൊല നടന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തെളിവിന്റെ ഒരു കണിക പോലും അവശേഷിക്കാത്ത ആദ്യത്തെ കൊലപാതക കേസിന്റെ വിവരങ്ങൾ പോലീസ് തിരഞ്ഞു. 1986 നവംബർ മാസം മുഹമ്മദ് അലിക്ക് തന്റെ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയത് അന്നു മുതലാണ്. 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ അജ്ഞാത മൃതദേഹം കോഴിക്കോട് കൂടരഞ്ഞിയിലെ ഒരു തോട്ടിൽ നിന്നും കണ്ടെത്തി. അഴുകി ആകെ ജീർണിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. മരണപ്പെട്ട് 3-ാം നാൾ തോട്ടിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്ന ആ 20-കാരനെ പോസ്റ്റ്മോർട്ടത്തിൽ അപസ്മാരമുണ്ടെന്നറിയുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാളെ തിരിച്ചറിയാൻ അവകാശികൾ ആരും എത്തിയില്ല. അതോടെ അജ്ഞാത യുവാവിന്റെ സ്വാഭാവിക മരണമെന്ന് കേരള പോലീസ് എഴുതിത്തള്ളു. ഇതായിരുന്നു പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. എന്നാൽ മുഹമ്മദ് അലിക്ക് കുറച്ചുകൂടി വിവരങ്ങൾ പറയാനുണ്ടായിരുന്നു. 1986 കൂടരഞ്ഞിയിലെ ദേവസ്യ എന്നയാളുടെ പറമ്പിലെ കൂലിപ്പണിക്ക് 14-കാരനായ മുഹമ്മദ് അലി എത്തുന്നു. അവിടെ വെച്ചാണ് കൊല്ലപ്പെട്ട ആ 20-കാരനെ മുഹമ്മദ് അലി കാണുന്നത്. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് എന്ത് നടന്നു എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ മുഹമ്മദ് അലി പറയുന്നത് തന്നെ ആ 20-കാരൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും സ്വയരക്ഷയ്ക്കായി അടുത്തുള്ള തോട്ടിലേക്ക് ആ 20-കാരനെ ചവിട്ടി വീഴ്ത്തിയതുമായിരുന്നു. ആ യുവാവ് മുഖം കഴുകുമ്പോൾ പിന്നിൽ നിന്ന് തള്ളിയിട്ട് ചവിട്ടി താഴ്ത്തി സ്ഥലം വിടുകയായിരുന്നുവെന്നും മുഹമ്മദ് അലി മൊഴി നൽകിയിട്ടുണ്ട്. സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങി യുവാവ് മരിച്ച വിവരം അറിയുന്നത്. ആളുടേത് സ്വാഭാവിക മരണമാകുമെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് അങ്ങനെ കേസെടുത്തു. തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് ഈ കേസിലെ നടപടികൾ പയ്യെ അവസാനിപ്പിക്കുകയുമായിരുന്നു.
പറമ്പുടമ ദേവസ്യ ഇപ്പോൾ അസുഖബാധിതനായി വീട്ടിൽ കിടപ്പാണ്. അന്നത്തെ തോട് ഇപ്പോൾ കാനയാണ്. ഏതായാലും മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസമാണ് പ്രതിക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തത്. ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും ഒക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും ഒന്നിലും വ്യക്തതയില്ല. ഇനി 3 വർഷങ്ങൾക്ക് പിന്നാലെ ചെയ്ത രണ്ടാമത്തെ കൊലപാതകം. കൂടരഞ്ഞിയിലെ ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം കോഴിക്കോട്ട് വന്ന് മുഹമ്മദ് അലി ഹോട്ടലിലും മറ്റും ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കാലത്താണ് രണ്ടാമത്തെ കൊലപാതകം. മുഹമ്മദ് അലിയുടെ കയ്യിൽ നിന്നും ഒരാൾ പണം തട്ടിപ്പറിക്കുന്നു. അയാൾ വെള്ളയിൽ ബീച്ച് പരിസരത്തുള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കഞ്ചാവ് ബാബു പറയുന്നു. ഒടുവിൽ 2 പേരും ചേർന്ന് ആ യുവാവിനെ പിടികൂടി മർദ്ദിക്കുന്നു. കഞ്ചാവ് ബാബു അയാളെ തല്ലി താഴെയിടുന്നു. മണ്ണിലേക്ക് മുഖം പൂഴ്ത്തിപ്പിടിക്കുന്നു. ആ സമയത്ത് താൻ കാലിൽ പിടുത്തമിട്ടെന്നും മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാളുടെ കയ്യിലെ പണം പങ്കിട്ടെടുത്ത് 2 വഴിക്ക് പിരിഞ്ഞെന്നുമാണ് മൊഴി. ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല എന്നും മരിച്ചത് ആരെന്നറിയില്ല എന്നുമാണ് മുഹമ്മദ് അലി വിശദീകരിക്കുന്നത്. 1989 സെപ്റ്റംബർ 25 മലയാള മനോരമ പത്രത്തിൽ വന്ന ആ വാർത്ത മുഹമ്മദ് അലിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതാണ്. മലയാള മനോരമയിൽ വന്ന വാർത്തകൾ മാത്രമാണ് ഇതുവരെ ലഭിച്ച ഏക തെളിവ്. ആദ്യ ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും കൊല്ലപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണോ മുഹമ്മദ് അലിയുടെ കുറ്റസമ്മതമെന്ന സംശയവും പോലീസിനുണ്ട്. പക്ഷേ മുഹമ്മദ് അലി പറയുന്ന സാഹചര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും രണ്ടിടത്തും പൊരുത്തപ്പെട്ടു എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. 39 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വെളിപ്പെടുത്തലിലൂടെ കേരള പോലീസിന് അന്വേഷിക്കേണ്ടി വരുന്നത് അത്ഭുതകരമായ കേസാണ്. കൊലപാതകി കയ്യിൽ തന്നെയുണ്ട്, എന്നാൽ കൊല്ലപ്പെട്ടത് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കണം. അതിനിടയിൽ മറ്റൊരു ചോദ്യം, മുഹമ്മദ് അലി മറ്റാരെയെങ്കിലും കൂടി കൊന്നിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ? മുഹമ്മദ് അലിയുടെ മൊഴിയുടെ യാഥാർത്ഥ്യം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കും.